ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഘടനാ പരിഷ്കരണം ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് കേന്ദ്ര സർക്കാർ. GST നിരക്കിൽ ഉണ്ടായ ഇളവുകൾ ഇലക്ട്രോണിക്സ്, ICT ഹാർഡ്വെയർ മേഖലകൾക്ക് ഉത്തേജനം നൽകും. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷറുകൾ, വലിപ്പമേറിയ സ്ക്രീനോടുകൂടിയ ടെലിവിഷനുകൾ എന്നിവയുടെ GST 28% നിന്ന് 18% കുറച്ചത് സാധാരണക്കാർക്ക് ആശ്വാസമാകും. കംപ്രസറുകൾ, ഡിസ്പ്ലേകൾ, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ ഘടകങ്ങളിൽ ശക്തമായ ബാക്ക്വേജ് ലിങ്കുകൾ സൃഷ്ടിക്കുകയും പ്ലാസ്റ്റിക് വയറിംഗ്, കൂളിംഗ് സിസ്റ്റങ്ങൾ, LED പാനലുകൾ, അസംബ്ലി സേവനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന MSMEകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഡിഷ് വാഷറുകളുടെ GST കുറച്ചത് സാധാരണക്കാരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നു. മോണിറ്ററുകളുടെയും പ്രൊജക്ടറുകളുടെയും GST 28% നിന്ന് 18% കുറച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ഡിജിറ്റൽ പഠന കേന്ദ്രങ്ങൾ എന്നിവയുടെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. താങ്ങാനാവുന്ന വിലയിലുള്ള ICT ഹാർഡ്വെയർ, IT മേഖലയെയും സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെയും നേരിട്ട് പിന്തുണയ്ക്കുന്നു. വാക്കി ടോക്കികളുടെ GST 12% നിന്ന് 5% കുറച്ചതിലൂടെ പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, പ്രതിരോധ സേനകൾ എന്നിവയുടെ വാങ്ങൽ ചെലവ് കുറയ്ക്കും. പുനരുപയോഗ ഊർജ്ജ ഉപകരണങ്ങൾക്കും സോളാർ ഫോട്ടോ വോൾട്ടേജ് സെല്ലുകൾക്കുമുള്ള GST 12% നിന്ന് 5% കുറച്ചു. ഇത് ഗാർഹിക, വ്യാവസായിക തലങ്ങളിൽ പുനരുപയോഗ ഊർജ്ജ വിന്യാസത്തിന്റെ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. കമ്പോസ്റ്റിംഗ് മെഷീനുകൾ 12% പകരം 5% GST നിരക്കിൽ ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.